ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ ഡേ 2 അഥവാ ഉത്കൃതനം ദിവസം 2 പരീക്ഷ വരുന്നത് അല്ലേ. അപ്പം എല്ലാ കൂട്ടുകാരും പരീക്ഷയ്ക്കൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കുമല്ലോ. ടീച്ചർ ഇതാ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഉത്കൃതനം 2ാം ദിവസം കൂട്ടുകാർ പഠിക്കേണ്ട ഒരു വീഡിയോ ക്ലാസ് കൂടി ടീച്ചർ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ നിർബന്ധമായിട്ടും ആ ക്ലാസ് കൂടി പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കണേ. പ്രവർത്തനം നോക്കിക്കേ. പലഹാരക്കട. സുന്ദരി കാക്ക ഹോട്ടലിൽ കണ്ട ആഹാര സാധനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പം നോക്കിക്കേ മക്കളെ, ഏതൊക്കെയാണ് ആഹാര സാധനങ്ങൾ? നെയ്യപ്പം, വാഴയപ്പം, ഇഡ്ഡലി, പഴംപൊരി, ഇടിയപ്പം, ഓറഞ്ച്, ഇലയട, ഉഴുന്നുവട, മുന്തിരി. ഇനി അവയെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ തന്നിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞു? തരംതിരിച്ച് താഴെ തന്നിട്ടുള്ള പട്ടികയിൽ എഴുതണേ. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിളിൽ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഒന്നെന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് അല്ലേ. പിന്നെ അതുപോലെ ആവിയിൽ വേവിച്ചതെന്നും തന്നിട്ടുണ്ട്. 3ാമത്തെ കോളത്തിൽ നമുക്ക് പഴംപൊരി എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. അത് നമുക്ക് എന്ത് എഴുതാം? വറുത്തെടുക്കുന്നവ എന്ന് പറയുന്ന കോളത്തിൽ എഴുതാം അല്ലേ. അപ്പം നമുക്ക് ആദ്യം പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് ഏതൊക്കെയാണ് മക്കളെ? വാഴപ്പഴം, അതുപോലെ തന്നെ ഓറഞ്ച്, പിന്നെ മുന്തിരി അല്ലേ. ഇതൊക്കെ എന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് അല്ലേ. അടുത്തത് ആവിയിൽ വേവിച്ചത്. ആവിയിൽ വേവിച്ചത് ഏതൊക്കെയാണ് മക്കളെ? ഇഡലി, അതുപോലെ തന്നെ ഇടിയപ്പം, പിന്നെ ഇലയട അല്ലേ. ഇതൊക്കെ എന്താണ്? ആവിയിൽ വേവിക്കുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് എന്തെടുക്കാം? വറുത്തെടുക്കുന്നത് എടുക്കാം അല്ലേ. പഴംപൊരി, അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഉഴുന്നുവടയൊക്കെ എന്താണ്? വറുത്തെടുക്കുന്നവയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഇതേ രീതിയിലാണ് മക്കളെ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. തരംതിരിക്കാം. ആഘോഷത്തിന് ശേഷം മൃഗങ്ങളെല്ലാം നാടു കാണാനിറങ്ങി. പട്ടണത്തിലെത്തിയ അവർ കണ്ട ചില വാഹനങ്ങൾ നോക്കൂ. സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തൂ. അപ്പം നമുക്ക് താഴെ അവിടെ കുറച്ച് വാഹനങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ആ വാഹനങ്ങളെ അവയുടെ സവിശേഷതകൾക്കനുസരിച്ച് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, ഏതൊക്കെ വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് നിങ്ങളുടെ ചോദ്യപേപ്പറിൽ തന്നിട്ടുള്ളത്? ആദ്യം തന്നിട്ടുള്ള വാഹനം ഏതാണ്? ഓട്ടോറിക്ഷയുടെ ചിത്രമാണ് അല്ലേ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഒരു ബസ്സിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നത് ഒരു സൈക്കിളിൻ്റെ ചിത്രമാണ് അല്ലേ. പിന്നെ തന്നത് ഒരു ജീപ്പ് ഉണ്ട്, അതുപോലെ ഒരു കാറ്, പിന്നെ ഒരു കാളവണ്ടിയാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് തരംതിരിച്ചത് നോക്കിക്കേ. ആദ്യം ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് അടുത്ത കോളത്തിൽ എന്ത് എഴുതാം? ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ മക്കളെ, ഈ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ? ഓട്ടോറിക്ഷ, ബസ്, ജീപ്പ്, കാറ് അല്ലേ തുടങ്ങിയ വാഹനങ്ങളെല്ലാം ഇന്ധനം ആവശ്യമുള്ളവയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് നോക്കിക്കേ, ഇന്ധനം ആവശ്യമില്ലാത്തവ ഏതൊക്കെയാണ്? കാളവണ്ടി, അതുപോലെ തന്നെ സൈക്കിൾ അല്ലേ. ഇങ്ങനെയാണ് മക്കൾ ആ ഒരു പട്ടിക കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ്സ് നോ ദി പ്രൈസ്. ലുക്ക് അറ്റ് ദി പ്രൈസ് ലിസ്റ്റ് ഓഫ് ദി ഷോപ്പ് ഫ്രം വേർ കിട്ടൻ ദി ഗാഡ് ബോട്ട് ദി തിങ്സ്. നമുക്കിവിടെ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒന്നുമില്ല മക്കളെ, നമുക്ക് അവിടെ ഒരു പ്രൈസ് ലിസ്റ്റ്, ഒരു വില വിവര പട്ടിക തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കിട്ടൻ ആട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ഒക്കെ ലിസ്റ്റാണ് അവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ, ലേഡീസ് ഫിംഗർ 23 രൂപ കേട്ടോ, അതായത് വെണ്ടയ്ക്ക 23 രൂപ. അടുത്തത് ബ്രിഞ്ചൽ എന്ന് പറഞ്ഞാൽ വഴുതനയാണ്, 11 രൂപ. ദെൻ ജാഗിരി എന്ന് പറഞ്ഞാൽ ശർക്കരയാണ്, 30 രൂപ. ദെൻ ഡാൽ എന്ന് പറയുകയാണെങ്കിൽ പരിപ്പാണ് കേട്ടോ, 45 രൂപ. അപ്പോൾ നമ്മളത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: വിച്ച് തിങ് ഇൻ ദി ലിസ്റ്റ് ഹാസ് ദി ലോവസ്റ്റ് പ്രൈസ്? അതായത് ആ തന്നിട്ടുള്ളതിൽ ഏറ്റവും വില കുറവ് ഏതിനാണ് മക്കളെ? വഴുതനയല്ലേ, ബ്രിഞ്ചലല്ലേ? എത്ര രൂപയേ അതിനുള്ളൂ? 11 രൂപ മാത്രമേ ഉള്ളൂ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മച്ച് ഈസ് ദി ടോട്ടൽ പ്രൈസ് ഫോർ ലേഡീസ് ഫിംഗർ ആൻഡ് ബ്രിഞ്ചൽ? അതായത് നമ്മുടെ വെണ്ടയ്ക്കും അതുപോലെ തന്നെ ബ്രിഞ്ചൽ അല്ലേ, വഴുതനയ്ക്കും കൂടി ആകെ എത്ര രൂപയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം അല്ലേ, വെണ്ടയ്ക്ക് എത്രയാണ്? 23 രൂപയാണ്. ബ്രിഞ്ചലാണെങ്കിൽ 11 രൂപയാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും മക്കളെ? 34 റുപ്പീസ് ആയിരിക്കും അല്ലേ, 34 രൂപയായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് തിങ്സ് ക്യാൻ ബി ബോട്ട് യൂസിങ് 68 റുപ്പീസ്?
അതായത് 68 രൂപ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കഴിയും? ഏതൊക്കെ മേടിക്കാം മക്കളെ നമുക്ക്? വെണ്ടയും അതുപോലെ തന്നെ പരിപ്പ് മേടിച്ചൂടെ? വെണ്ടയ്ക്ക് 23 രൂപയാണ്, അതുപോലെ തന്നെ പരിപ്പിന് എത്രയാണ്? 46 രൂപയാണ് അല്ലേ? അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 68 രൂപ കിട്ടും അല്ലേ? ഗിഫ്റ്റ് കലണ്ടർ. ലുക്ക് അറ്റ് ദി കലണ്ടർ Jumbo. The monkey god has a gift as a part of New Year programs. Select a friend. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കിക്കേ, സം ഓഫ് ദി ഡേയ്സ് ഇൻ ദി കലണ്ടർ ആർ മിസ്സിങ്. ഫിൽ ഇൻ ദി മിസ്സിങ് ഡേറ്റ്സ് ഇൻ ദി കലണ്ടർ. അതായത് തന്നിട്ടുള്ള കലണ്ടറിൽ കുറച്ച് ഡേറ്റൊക്കെ എന്താണ് മിസ്സായി പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ മിസ്സായി പോയിട്ടുള്ള ഡേറ്റൊക്കെ ആദ്യം മക്കളുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ്, ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ അവിടെ മക്കളെ, 6 കഴിഞ്ഞിട്ടുള്ള ഒരു കോളം എന്താണ് മിസ്സായി പോയിട്ടുണ്ട് അല്ലേ? 6 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഏതായിരിക്കും? 7 ആയിരിക്കും വരിക അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് 18 കഴിഞ്ഞിട്ടാണ് മിസ്സായി പോയിട്ടുള്ളത്. അപ്പം ഏത് വരും? 19 വരും അല്ലേ? 19 വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് വരും? 24 കഴിഞ്ഞിട്ട് 25 വരും അല്ലേ? 25 വരും. പിന്നെ 27 കഴിഞ്ഞിട്ട് ഏത് വരും? 28ഉം 29ഉം വരും അല്ലേ? 28 ആൻഡ് 29 വരും. അപ്പോൾ അതേ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. നമ്പർ ഓഫ് സൺഡേസ് ഇൻ 2025 ജാനുവരി. അതായത് 2025 ജനുവരിയിൽ എത്ര ഞായറാഴ്ചകളുണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എത്ര ഞായറാഴ്ചകളുണ്ട് മക്കളെ? അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം അല്ലേ? 4 ഞായറാഴ്ചകളാണ് ഉള്ളത്. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. വിച്ച് ഡേ വിൽ ബി 2025 ഫെബ്രുവരി 2? അതായത് 2025 ഫെബ്രുവരി 2-ാം തീയതി ഏത് ദിവസമാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് ദിവസമാണ് മക്കളെ? കലണ്ടർ നോക്കിക്കേ. വ്യാഴാഴ്ചയാണ് അല്ലേ? അപ്പോൾ കലണ്ടർ നോക്കിയിട്ട് അത് കണ്ടെത്താനായിട്ട് മക്കൾ പഠിക്കണം കേട്ടോ. അത് തന്നെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് 2 പാറ്റേൺസ് ഫ്രം ദി കലണ്ടർ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ആ കലണ്ടറിൽ നിന്ന് ഏതെങ്കിലും 2 പാറ്റേൺസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മക്കൾ ഒന്നെങ്കിൽ ഞായറാഴ്ചയിലെ കോളത്തിലുള്ള എല്ലാ സംഖ്യകളും അല്ലെങ്കിൽ തിങ്കളാഴ്ച കോളത്തിലുള്ള എല്ലാ സംഖ്യകളും താഴേക്ക് എഴുതുകയാണെങ്കിൽ എന്തായി മക്കളെ? ഒരു പാറ്റേൺ ആയിട്ട് മാറിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1, 8, 15, 22, 28 എന്ന് എഴുതിയാൽ എന്തായി മക്കളെ? ഒരു പാറ്റേൺ ആയില്ലേ? അല്ലെങ്കിൽ അടുത്ത കോളത്ത് നോക്കിക്കേ. 2, 9, 16, 23, 30 എന്ന് എഴുതിയാലും എന്താണ്? ഒരു പാറ്റേൺ ആയിട്ട് മാറിയില്ലേ? അപ്പം എന്താണ് അവിടെ? നമുക്ക് 7 വീതമാണ് സംഖ്യകൾ കൂടിക്കൂടി വരുന്നത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു കലണ്ടറിൽ നിന്ന് പാറ്റേൺ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.